ഞാൻ അഡ്വക്കേറ്റ് ബോബി മാണി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്ഷൻ 2(1), അതായത് ബിൽഡിംഗ് എന്ന് റെന്റ് കൺട്രോൾ ആക്ടിൽ വിവക്ഷിക്കുന്നത് എന്താണ്, എല്ലാ ബിൽഡിങ്ങും ഇതിനകത്ത് വരുമോ, അതിനെപ്പറ്റിയാണ് ആ സെക്ഷനെ പറ്റിയുള്ള ഒരു നോക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ സെക്ഷൻ ഒന്ന് വായിക്കാം. ബിൽഡിംഗ് മീൻസ് any building or hut or part of a building or hut let or to be let separately for residential or non-residential purpose and includes the garden, grounds, wells, tanks and structures if any. അതായത് അതിൻ്റെ കൂടെയുള്ള പൂന്തോട്ടമോ അല്ലെങ്കിൽ പറമ്പോ കിണറും എല്ലാം ഉൾപ്പെടും. Appertaining to such building, hut or part of building, and let or let along with such building or hut. B. Any furniture supplied by the landlord for the use in such building or hut or part of a building or hut. C. Any fittings or machinery belonging to the landlord affixed to or installed in such building or part of such building and intended to be used by the tenant for or in connection with the purpose for which such building or part of such building is let or to be let, but does not include a room in a hotel or boarding house. എന്നാൽ ഒരു ഹോട്ടലിലോ ബോർഡിംഗ് ഹൗസോ ഇതിനകത്ത് വരുന്നില്ല. ഇതാണ് റെന്റ് കൺട്രോൾ ആക്ടിലെ ഡെഫിനിഷൻ. എന്നാൽ ഈ ബിൽഡിങ്ങിനെ ഈ ഡെഫിനിഷൻ വെച്ചിട്ട് ഈ റെന്റ് കൺട്രോൾ ആക്ടിൽ വന്നിട്ടുള്ള ചില വിധികൾ ആണ് ഇനി നാം പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാമത് സ്പൺ കാസ്റ്റിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് വേഴ്സസ് ദ്വരേന്ദ്ര ലാൽ സിൻഹ 2005 6 SCC 265. Lease of business is not protected by Rent Control Act, which only protects lease of building. അതായത് ബിൽഡിംഗ് വാടക കൊടുക്കുന്നത് മാത്രമേ ഈ റെന്റ് കൺട്രോൾ ആക്ടിൽ പരിരക്ഷ നൽകുന്നുള്ളൂ. എന്നാൽ ഈ വാടക നിയന്ത്രണ നിയമത്തിൽ ഒരു ബിസിനസ് വാടക കൊടുക്കുക, ഒരു ഫാക്ടറി ആ നടത്തിപ്പിന് വാടക കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് മൊത്തമായിട്ട് വാടക കൊടുക്കുന്നു, അത് ഈ റെന്റ് കൺട്രോൾ ആക്ടിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നാണ് ഈ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്പൺ കാസ്റ്റിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് വേഴ്സസ് ദ്വരേന്ദ്ര ലാൽ സിൻഹ 2005 6 SCC, അതായത് സുപ്രീം കോടതി ഡിസിഷനാണ് 265. അതുപോലെ തന്നെ ഫാക്ടറി വിത്ത് ഫിറ്റിംഗ്സ് ആൻഡ് മെഷീനറി ഫോർ റണ്ണിങ് ദ ബിസിനസ് ഫോൾസ് വിതിൻ ദ ഡെഫിനേഷൻ ഓഫ് വേർഡ് ബിൽഡിംഗ്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഇതിനകത്ത് ഫാക്ടറിയോ മെഷീനറിയോടും കൂടി കെട്ടിടം വാടക കൊടുക്കുകയായിരുന്നു. മറ്റേത് ആ ബിസിനസ് ഓടുന്ന ബിസിനസ് അത് റൺ ചെയ്യാനുള്ള ഒരു അവകാശമാണ് കൊടുത്തു തരുന്നത്. അപ്പോൾ ഈ ഫാക്ടറി വിത്ത് ഫിറ്റിംഗ്സ് ആൻഡ് മെഷീനറി റണ്ണിങ് ഫോർ ദ ബിസിനസ് മെഷീനറി ഫോർ റണ്ണിങ് ദ ബിസിനസ് falls squarely within the definition of word building in Rent Control Act. അതായത് അത് സ്റ്റാൻഡേർഡ് കാഷ്യൂ ഇൻഡസ്ട്രീസ് വേഴ്സസ് കൃഷ്ണൻ 1980 KLT 897 1980 KLT 897. ഉൻഹിബി വേഴ്സസ് ഷെറിൻ 2010 2 KLT 315. Along with the building, vacant land also was let out. അതായത് ഒരു കെട്ടിടം ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കുറച്ച് സ്ഥലം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദിസ് ഡസ് നോട്ട് ടേക്ക് ദ ലീസ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ദ ആക്ട്. അതായത് ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ടിലേക്ക് പോവുകയില്ല. ബിൽഡിങ്ങും അതിൻ്റെ കൂടെയുള്ള സ്ഥലവും കൂടെ പ്രമൈസസും കൂടെ വാടക കൊടുത്താലും റെന്റ് കൺട്രോൾ ആക്ടിനകത്ത് തന്നെ വരും എന്നാണ് ഉൻഹിബി വേഴ്സസ് ഷെറിൻ 2010 2 KLT 315 പറയുന്നത്.
പിന്നീട് മറ്റൊരു ആസ്പെക്റ്റാണ് നോക്കുന്നത്. ഈ കെട്ടിടം തകർന്നു പോയാൽ once structure is destroyed completely, the tenant cannot be allowed to put up constructions to enjoy the same or compel the landlord to put up the building. അതായത് കെട്ടിടം വാടക കൊടുത്ത കെട്ടിടം തകർന്നു പോയി കഴിഞ്ഞാൽ വാടകക്കാരന് ഒരു കെട്ടിടം അവിടെ പണിയാനോ അല്ലെങ്കിൽ കെട്ടിട ഉടമയോട് അത് പണിത് കൊടുക്കാൻ നിർബന്ധിക്കാനോ സാധ്യമല്ല. അതാണ് കൽപ്പാകം അമ്മ വേഴ്സസ് മുത്തുരാമ അയ്യർ എന്ന കേസിൽ പറഞ്ഞത്. AR 1995 കേരള 99 ആണ്. അതായത് ഒരു കെട്ടിടം തകർന്നു പോയി കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് കഴിഞ്ഞു, പിന്നീട് ആ ടെനന്റിന് അവിടെ ഇരിക്കാനുള്ള അവകാശമില്ല. ഫ്രസ്ട്രേഷൻ ഓഫ് ദ കോൺട്രാക്ട്, സബ്ജക്റ്റ് മാറ്റർ തന്നെ ഇല്ലാതായി. ആണ് കൽപ്പാകം അമ്മ വേഴ്സസ് മുത്തുരാമ അയ്യർ 95 AR കേരള 99. അതുപോലെ തന്നെ ദ ടെനന്റ് ഹാസ് നോ, അടുത്ത ഒരു ഡിസിഷൻ ഉണ്ട്, അതും ഇതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ടെനന്റ് ഹാസ് നോ റൈറ്റ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എ ബിൽഡിംഗ്. The tenant has no right to substitute a building or take any or make any construction, either permanent or temporary, under section 108 of Transfer of Property Act or any other provisions of law, when the shed which was leased is not in existence and completely destroyed. There is an automatic termination of lease. When the subject matter of the tenancy itself does not exist, the tenant has no continuing and subsisting right under the lease, and the landlord can claim recovery of possession of the land through a civil court of competent jurisdiction. പിന്നെ റെന്റ് കൺട്രോൾ ആക്ട് അവിടെ ബാധകമല്ല. ആ ടെനന്റ് അവിടെ തുടരുന്നുവെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ച് സിവിൽ കോടതിയിൽ നിന്ന് ഒരു ഇഞ്ചക്ഷനോട് കൂടി ഈ ടെനന്റിനെ ഒഴിപ്പിക്കാവുന്നതാണ്. അതിന്റെ ഡിസിഷൻ പറങ്ങോടൻ വേഴ്സസ് പരമേശ്വരൻ AR 2002 കേരള 221, AR 2002 കേരള 221, പറങ്ങോടൻ വേഴ്സസ് പരമേശ്വരൻ. ഇതേ ആസ്പെക്റ്റിൽ ഒരു സുപ്രീം കോടതി ഡിസിഷനാണ് അടുത്തത്. Where there is no superstructure in existence, the landlord cannot claim recovery of possession of vacant site under the State Rent Control Act. The only remedy available to him is to file a civil suit for recovery of possession of the land. In view of the matter, the civil court is competent to entertain and try the suit filed by the landlord. Ibrahim versus Haji 2001 1 SCC 564, 2001 1 SCC 564, ഇബ്രാഹിം വേഴ്സസ് ഹാജി. ഇതാണ് ആ ഡിസിഷൻ. ഇതിനകത്തെല്ലാം ഈ മൂന്നിലും ഏകദേശം ഒരേപോലെയാണ് പറയുന്നത്. കെട്ടിടം തകർന്നു കഴിഞ്ഞാൽ പിന്നെ റെന്റ് കൺട്രോൾ ആക്ടിൽ പ്രത്യേകിച്ച് റെമഡീസ് ഒന്നുമില്ല. ആ ടെനന്റ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സിവിൽ കോടതിയിൽ ഒരു ഇഞ്ചക്ഷൻ ഫയൽ ചെയ്ത് വേണം ഒഴിപ്പിക്കാൻ, അല്ലാതെ റെന്റ് കൺട്രോൾ ആക്ടിൽ ആ കേസ് നിൽക്കില്ല. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് എ റൂം ഇൻ എ ഹോട്ടൽ ഓർ ബോർഡിംഗ് ഹൗസ് എന്നുള്ള ആ ആസ്പെക്റ്റിലുള്ള ഡിസിഷൻസ് ആണ് ഇനി. വൺ ഹു ഈസ് ഇൻ പൊസഷൻ ഓഫ് എ റൂം ഇൻ എ ഹോസ്റ്റൽ cannot claim any benefit under the Rent Control Act. He is bound by the decree for eviction passed against the original tenant. അതായത് ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നയാളോ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നയാളോ അവർക്കോ ഈ റെന്റ് കൺട്രോൾ ആക്ടിന്റെ പരിരക്ഷ കിട്ടുന്നതല്ല. ഒറിജിനൽ ടെനന്റിനെതിരെ ഒരു ലാൻഡ് ലോർഡ് ഒരു കേസ് കൊടുത്ത് ഒഴിപ്പിച്ചാൽ പിന്നെ ഞാനിവിടുത്തെ ഈ ടെനന്റിന്റെ കീഴിലുള്ള ഒരു ടെനന്റാണ്, അതുകൊണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് പറയാനായിട്ടുള്ള അവകാശമില്ല എന്നാണ് ഈ ഡിസിഷൻ പറഞ്ഞത്. ശ്യാംലാൽ വേഴ്സസ് ഫിലിപ്പ് തോമസ്
2021 2 KHC 538. Shamlal versus Philip Thomas. അടുത്തത് ബിൽഡിംഗ് ലീസ്ഡ് ഔട്ട് ടു കണ്ടക്ട് ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് ബിസിനസ്. ഇതുപോലെ തന്നെ ഒരു ലോഡ്ജിംഗ് ബിസിനസ്സിന് കൊടുത്തിരുന്നു. The induction of strangers to certain portions of the building other than for boarding and lodging house would take away the character of a boarding house or lodging as far as those portions are concerned. അതായത് ലോഡ്ജിംഗ് നടത്താൻ വേണ്ടി ഒരു കെട്ടിടം വാടക കൊടുത്തിരുന്നു. ആ കെട്ടിടത്തിൽ സബ്ലെറ്റ് ചെയ്തു ഒരു ഭാഗം. അതായത് മറ്റൊരു ആൾക്ക് ഈ കെട്ടിടം പെർമനൻ്റ് ആയിട്ട് ഒരു ബോർഡ് ഒക്കെ വെച്ച് മറ്റൊരു ബിസിനസ് നടത്താനായിട്ട് വാടക കൊടുക്കും. അത് ലോഡ്ജിങ് ബിസിനസ് അല്ല. അതപ്പം പാർട്ട് ഓഫ് എ ബിൽഡിംഗ് സബ്ലെറ്റ് ചെയ്തു എന്നുള്ള സെക്ഷൻ 11(4)(1) സബ്ലെറ്റിംഗ് വരും എന്നാണ് കോടതി പറഞ്ഞത്. എൻ അബ്ദുൽ ഹായ് വേഴ്സസ് കെ നന്ദകുമാർ 2012 2 KHC 729, 2012 2 KHC 729. അബ്ദുൽ ഹാജി വേഴ്സസ് നന്ദകുമാർ സെക്ഷൻ 11(4)(1) അനുസരിച്ച് പാർട്ട് ഓഫ് എ ബിൽഡിംഗ് സബ്ലെറ്റ് ചെയ്താൽ പോലും ദ ഹോൾ ഓഫ് ദ ബിൽഡിങ്ങിൽ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് നിയമമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരു 1-2 ഒരു മുറിയാണെങ്കിൽ പോലും ഒരാൾക്ക് പെർമനൻ്റ് ആയിട്ട് ഈ ലോഡ്ജിനകത്ത് വാടക കൊടുത്താൽ ആ ലോഡ്ജിങ് എന്നുള്ള ആ പരിരക്ഷ കിട്ടാതെ വരും. സബ്ലെറ്റിംഗ് ഓഫ് ദ റൂംസ് ആർ സഫിഷ്യൻറ്റ് ഗ്രൗണ്ട്സ് ഫോർ എവിക്ഷൻ അണ്ടർ ഡൽഹി ആക്ടിലായിരുന്നു ഈ ഡിസിഷൻ വന്നത്. എങ്കിലും റൂംസ് സബ്ലെറ്റ് ചെയ്യുന്നത് സബ്ലെറ്റിംഗ് ആണെന്ന് തന്നെ കണ്ടു. അത് സുപ്രീം കോടതിയാണ് കണ്ടത്. അസോസിയേറ്റഡ് ഹോട്ടൽസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വേഴ്സസ് SP സർദാർ രഞ്ജിത്ത് സിംഗ്. ഈ കേസിൽ റൂംസ് ആയിട്ട് ലോഡ്ജിൻ്റെ അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ റൂംസ് വേറെ ആയിട്ട് വാടക കൊടുത്താൽ അത് സ്ഥിരമായിട്ട് ലോഡ്ജിങ് പർപ്പസിനല്ലാതെ പെർമനൻ്റ് ആയിട്ട് വാടക കൊടുത്താൽ അത് സബ്ലെറ്റിങ്ങിൽ വരും എന്ന് തന്നെയാണ് സുപ്രീം കോടതിയും കണ്ടത്. അതായത് അബ്ദുൽ ഹാജി വേഴ്സസ് നന്ദകുമാർ 2012 കേസ് അതിൻ്റെ അതേ കാര്യം തന്നെയാണ്. ഇത് 1968 അതുപോലെ തന്നെ കേരള ഇതും സുപ്രീം കോടതി ഡെസിഷനാണ്. EV മത്തായി വേഴ്സസ് സബ് ജഡ്ജ് കോട്ടയത്ത് നിന്നുണ്ടായൊരു കേസാണ്. ദ ബിൽഡിംഗ് വാസ് ലെറ്റ് ഔട്ട് ആസ് എ ലോഡ്ജിംഗ് ഹൗസ് ബട്ട് വൺ ഓഫ് ദ റൂംസ് വാസ് ഇൻ ഓക്യുപ്പേഷൻ ഓഫ് എ ലോയർ who had been there for years and put up his name board outside the room. There were name boards of other persons also. The juniors in the പേരും അതിനകത്തുണ്ടായിരുന്നു. The lawyer had installed a telephone in the room. He was paying rent on daily basis. The question arose as to whether that amounts to subletting. The Supreme Court confirmed the finding of the District Court and High Court that there was subletting. അതായത് അത് സബ്ലെറ്റിംഗ് ആണ്. ഒരു വക്കീലിന് സ്ഥിരമായിട്ടൊരു കെട്ടിടം ഒരു മുറി വാടക കൊടുത്താൽ അത് സബ്ലെറ്റിംഗ് ആണ്, അത് ലോഡ്ജിങ്ങിനകത്ത് വരുന്നില്ല എന്നാണ് സുപ്രീം കോടതിയും കണ്ടത്. അടുത്തത് അബൂബക്കർ വേഴ്സസ് മൊയ്തീൻ കുട്ടി 1979 KLT 282. The owner of a building or the lessor become entitled to evict a lessee thereof who is running a hotel or lodging house therein under the provisions of Kerala Buildings Lease and Rent Control Act 1965. അടുത്ത കേസ് ഈ ഇതേ ആസ്പെക്റ്റിലാണ്. അതായത് ഹോട്ടൽ ഓർ ലോഡ്ജിംഗ് ഹൗസിനെ പറ്റിയാണ്. അബൂബക്കർ വേഴ്സസ് മൊയ്തീൻ കുട്ടി 1979 KLT 282. The owner of a building or the lessor becomes, അതായത് കെട്ടിട ഉടമസ്ഥന് is entitled to evict a lessee thereof who is running a hotel or lodging house therein under the provisions of Kerala Buildings Lease and Rent Control Act 1965 if the
tenant sublets a portion thereof for the purpose unconnected with the general purpose of the hotel or lodging house, because in such cases the portion ceases to be a room in a hotel or lodging house. അതായത് ഇതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരു കെട്ടിടം സ്ഥിരമായിട്ട് ഒരു ആൾക്ക് വാടക കൊടുത്താൽ ഈ ഹോട്ടലിനകത്ത് ഇതിൻ്റെ ഡെഫിനേഷനിലെ ആ പ്രൊവിഷനിലൂടെ ഇതിനകത്ത് എസ്കേപ്പ് ചെയ്യല, അത് സബ്ലെറ്റിങ്ങിൽ വരും എന്നാണ് കണ്ടത്. ഇപ്രകാരം ഒരു സബ്ലെറ്റിങ്ങിൻ്റെ മാറ്ററിലേക്കാണ് പോകുന്നത്. അപ്പം ഈ സബ്ലെറ്റിങ്ങിന് അലഞ്ച് ചെയ്യുമ്പോൾ ഈ ടെനൻറ്റിന് നോട്ടീസ് കൊടുക്കണോ വേണ്ടായോ എന്നുള്ളത് സെക്ഷൻ 21 പ്രകാരം അങ്ങനെ ഒരു നോട്ടീസിനും അർഹതയില്ല. സെക്ഷൻ 21 പ്രകാരം അതായത് ജെസ്സി വേഴ്സസ് അലക്സിപ്പൻ, അത് 2013 KLJ 12. A subtenant need not be made a party to the proceedings. A subtenant need to be made a party to the proceedings only if he has given notice of subtenancy to the landlord, even in case subletting was allowed in the original agreement of lease. എഗ്രിമെൻ്റ് ഓഫ് ലീസിൽ ഈ കെട്ടിടം സബ്ലെറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ അപ്രകാരം ഞാൻ സബ്ലെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ലാൻഡ് ലോഡിന് നോട്ടീസ് കൊടുത്താൽ മാത്രമേ ഈ ടെനൻറ്റിനെ നോട്ടീസിന് അതായത് പാർട്ടിയാക്കാനുള്ള അർഹതയുള്ളൂ. അപ്രകാരം അലവ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ടെനൻറ്റിനെ പാർട്ടിയാക്കാൻ പോലും ഉത്തരവാദിത്തമില്ല. എങ്കിലും പാർട്ടിയാക്കുന്നത് നന്നായിരിക്കും, കാരണം പിന്നീട് ഒരു തർക്കം ഒഴിവാക്കാം.